ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ച്, നീതുവിൻ്റെ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ച് അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മുടപ്പത്തൂർ പാലത്തിനടുത്ത് വന്നിട്ടുള്ള. അപ്പോൾ ഒരാൾ ഭയങ്കര തിരക്കിലാണ്, ബർത്ത്ഡേ കരി. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നല്ല പണിയാക്ക് കിട്ടിയിട്ടുള്ള. ഇതെന്റെ അനിയത്തിന്റെ കുഞ്ഞാണ്. ഇവൻ ഒരു സ്ഥലത്ത് ഇരിക്കാനും നിൽക്കാനും വിടൂല. പോക്കിരിയുടെ ആശാനാണ്. ആശാനെ വീടെടുക്കുന്ന ആശാനെ വീടെടുക്കുന്ന ഇത് നീതുവിൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ് കേട്ടോ. ജിയാൻ എന്നാണ് പേര്. നമ്മൾ ബർത്ത്ഡേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി കുറുമ്പനാണ് കേട്ടോ. കണ്ണ് തെറ്റുമ്പോഴത്തേക്ക് കള്ളക്കണ്ണനെ പോലെ ഇങ്ങനെ വികൃതി കാട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. നല്ല രസമായിരുന്നു അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. കുറേ സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നീതുവിൻ്റെ അടുത്ത് മാത്രമേ അവൻ പോകത്തുള്ളൂ കേട്ടോ. നമ്മളെ പരിചയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ അവനെയും കൂട്ടി കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല രസമുള്ളൊരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു മുടപ്പത്തൂർ പാലം. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡാൻസിൻ്റെ റീൽസ് എടുത്തത്. ആതിരയും നീതു മാത്രമേ ഇപ്രാവശ്യം ഡാൻസ് കളിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം അല്ല, അധികവും വീഡിയോസിൽ അവരെയാണ് ഡാൻസിൻ്റെ കാര്യത്തിൽ കാണല് അല്ലേ. കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഡാൻസിനോട്. ഇവർ പണ്ടേ നല്ല ഡാൻസുകാരാണ്, നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കും, ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് സമയം അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചു. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയതിനാൽ ഡാൻസ് കളിക്കാൻ നല്ലൊരു ത്രില്ല് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നീതുവിൻ്റെ അനിയത്തിയും ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി കുഞ്ഞിനെ എന്നോട് പിടിക്കുമോ എന്ന് ചോദിച്ചിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരാനുള്ള കഠിന പരിശ്രമത്തിലാണ് കേട്ടോ ഞാൻ. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ കയ്യിൽ വന്നില്ല. അവസാനം നീതു തന്നെ എടുക്കേണ്ടി വന്നു. ഞാൻ കുറേ പരിശ്രമിച്ചു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടുന്ന് റീൽസൊക്കെ എടുത്തു. ചിഞ്ചൂട്ടിക്കും കുറച്ച് ഡാൻസ് എടുക്കാനുണ്ടായിരുന്നു. ചിഞ്ചൂട്ടി എന്ന് പറഞ്ഞാൽ നീതുവിൻ്റെ അനിയത്തി. അവൾക്കും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഡാൻസിൻ്റെ. അവൾ ഡാൻസ് ടീച്ചറൊക്കെയാണ് കേട്ടോ. ഒരു സ്കൂളുകളിലൊക്കെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ശാന്തതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ